സിലിക്കൺ എന്ന എലമെൻറ്റിൻ്റെ നോൺ ക്രിസ്റ്റലൈൻ ഫോമാണ് അമോർഫസ് സിലിക്കൺ. സെമി കണ്ടക്ടിംഗ് ഡിവൈസസ് ആയി സോളാർ പാനൽസിലും തിൻ ലെയർ ട്രാൻസിസ്റ്റേഴ്സായി LCD സ്ക്രീൻസിലും അമോർഫസ് സിലിക്കൺ ഉപയോഗിക്കുന്നു. കാഡ്മിയം, ലെഡ് തുടങ്ങിയ ടോക്സിക് എലമെൻസിൻ്റെ പ്രസൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ഫോട്ടോ വോൾട്ടിക് ഡിവൈസസ് എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. ഇന്നത്തെ ക്ലാസ് കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്. യൂണിറ്റ് സെൽ ഡയമെൻഷൻസ് അതായത് എഡ്ജ് ലെങ്ത് A, റേഡിയസ് ഓഫ് ദി കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ R ഇവയെല്ലാം ചേർന്നിട്ടുള്ള കാൽക്കുലേഷൻസ്. ഡെൻസിറ്റി ഓഫ് ദി മെറ്റൽ ഇസ് ദി ഡെൻസിറ്റി ഓഫ് ദി യൂണിറ്റ് സെൽ. ഒരു മെറ്റലിൻ്റെ ഡെൻസിറ്റി ആ മെറ്റലിലെ യൂണിറ്റ് സെല്ലിലെ ഡെൻസിറ്റിയാണ്. അതായത് യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് ആ പാർട്ടിക്കിൾസിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ഒരു നിശ്ചിത വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ. ഡെൻസിറ്റി D is equal to mass of the unit cell by volume of the unit cell. ഇനി മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ. മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ യൂണിറ്റ് സെല്ലിലെ ആറ്റംസിൻ്റെ മാസാണ്. കാരണം യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഒരു സ്പേസ് ആണല്ലോ. ഈ സ്പേസിലുള്ള ആറ്റംസിൻ്റെ മാസ്, അതായത് എത്ര ആറ്റംസ് ഉണ്ട് ആ ആറ്റംസിൻ്റെ മാസ്, നമ്പർ ഓഫ് ആറ്റംസ് അതിനെ Z കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇൻറ്റു മാസ് ഓഫ് ആൻ ആറ്റം. ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസും എത്ര ആറ്റംസ് ഉണ്ട് അതിൻ്റെ എണ്ണവും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ദി യൂണിറ്റ് സെല്ല് കിട്ടും. ഇനി മാസ് ഓഫ് ആൻ ആറ്റം, ഈ മാസ് ഓഫ് എ സിംഗിൾ ആറ്റം നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാവുന്നത് ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ആണ്. എല്ലാ എലമെൻസിൻ്റെയും മോളാർ മാസ് അല്ലെങ്കിൽ ആറ്റോമിക് മാസ് നമുക്കറിയാം. ഈ ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ മാസാണ്. ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിൻ്റെ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ മാസിനെയാണ് നമ്മൾ ആറ്റോമിക് മാസ് എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കിട്ടും? അവഗാഡ്രോ നമ്പർ കൊണ്ട് ആറ്റോമിക് മാസിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി, ഒരു സിംഗിൾ ആറ്റത്തിൻ്റെ മാസ് കിട്ടും. മാസ് ഓഫ് എൻ ആറ്റം ഇസ് ഈക്വൽ ടു ആറ്റോമിക് മാസ് M ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ NA കൊണ്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. അപ്പോൾ മാസ് ഓഫ് എൻ ആറ്റം ഇസ് ഈക്വൽ ടു atomic mass, that is M divided by Avogadro number Na. ഇനി നമുക്ക് വീണ്ടും ഡെൻസിറ്റി ഓഫ് ദി യൂണിറ്റ് സെല്ലിലേക്ക് വരാം, ആ ഡെഫിനിഷനിലേക്ക് വരാം. എങ്ങനെ കിട്ടും? മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. മാസ് ഓഫ് ദി യൂണിറ്റ് സെൽ നമ്മൾ ഓൾറെഡി കണ്ടു, നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് ആൻ ആറ്റം, Z ഇൻറ്റു M. ഇനി നമുക്ക് അറിയേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയം ഓഫ് ദി യൂണിറ്റ് സെല്ലാണ്. ഇതൊരു ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ കഴിഞ്ഞ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ A³ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് A³ ആണ്. ഇനി ഈ ക്വാണ്ടിറ്റീസ് വോളിയം ഓഫ് ദ യൂണിറ്റ് സെല്ലിനെയും ആറ്റമിക് മാസിനെയും അവഗാഡ്രോ നമ്പറിനെയെല്ലാം നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ആ ബോക്സിലേക്ക് നമുക്ക് നോക്കാം. ഡെൻസിറ്റി D is equal to Z into M divided by A³ into Na. Z number of atoms ആണ്, M ആറ്റോമിക് മാസ് ആണ്, A³ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ആണ്, Na അവഗാഡ്രോ നമ്പർ. യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ യൂണിറ്റ് സെല്ല് ഏത് മെറ്റലിൻ്റെ ആണോ ആ മെറ്റലിൻ്റെ ഡെൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതൊന്ന് തന്നെയാണ്. പല യൂണിറ്റ് സെല്ലുകൾ റിപ്പീറ്റ് ചെയ്താണ് ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്നത്, അതായത് ഈ മെറ്റൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി തന്നെയാണ് മെറ്റലിൻ്റെ ഡെൻസിറ്റി. ഇനി ചിലപ്പോൾ നമുക്ക് ഈ A എന്നുള്ള എഡ്ജ് ലെങ്ത്തിന് പകരം കോൺസ്റ്റന്റ് പാർട്ടിക്കിളിൻ്റെ റേഡിയസ് R ആയിരിക്കും തരിക. Rഉം Aയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പാക്കിംഗ് എഫിഷ്യൻസി പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു. HCPയിലും CCPയിലും ബോഡി സെൻറ്റേർഡ് ക്ലോസ് പാക്കിങ്ങിലും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലും ഒക്കെ
എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ആ റിലേഷൻഷിപ്പ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എ കണ്ടുപിടിക്കാം. ആ എ നമുക്ക് ഈ ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിപ്പോൾ മൊത്തം 5 പാരാമീറ്റേഴ്സ് ഉണ്ട്. ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസിൽ 5 പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്റർ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 4 പാരാമീറ്റേഴ്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ഡെൻസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ആദ്യത്തെ പ്രോബ്ലം, കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ FCC യൂണിറ്റ് സെൽ വിത്ത് സെൽ എഡ്ജ് ലെങ്ത് 3.608 into 10⁻⁻8 centimeter. Copper is determined to have a density of 8.92 gram per centimeter cube. Calculate the mass of copper. കോപ്പറിൻ്റെ FCC യൂണിറ്റ് സെൽ ആണെന്ന് പറഞ്ഞു. FCC യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് Z, അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി യൂണിറ്റ് സെൽ 4 എന്ന് നമുക്ക് മനസ്സിലാക്കാം. Z is equal to 4. സെൽ എഡ്ജ് ലെങ്ത് A എന്ന് പറയുന്നത് 3.608 into 10⁻⁻8 centimeter ആണ്. ഡെൻസിറ്റി 8.92 gram per cc, അതായത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് നമുക്ക് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലോ ഡിറ്റർമിൻ ചെയ്യാം, അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എഡ്ജ് ലെങ്ത്ത് സെൻറ്റിമീറ്ററിൽ തന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്രാം പെർ സി സിയിലേക്ക് തന്നെ ഡെൻസിറ്റി കിട്ടും. NA എന്താണ്? അവഗാഡ്രോ നമ്പർ 6.022 into 10⁻23. ഇനി ബാക്കി നമുക്ക് അറ്റോമിക് മാസ് അഥവാ ഈ എലമെൻറ്റിൻ്റെ മോളാർ മാസ് ആണ് കാണുവാനുള്ളത്. ഇപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് ഒരു ഗ്രീൻ ബോക്സിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. Zm/E³ NA. ഈ എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും വാല്യൂസ് നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഡെൻസിറ്റി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 8.92 gram per cc is equal to Z പകരം 4 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു M, ക്യാപിറ്റൽ M ആണ് നമുക്ക് അറിയാൻ പാടില്ലാത്ത ക്വാണ്ടിറ്റി, ഡിവൈഡഡ് ബൈ എഡ്ജ് ലെങ്ത് ആണ് 3.608 into 10⁻⁻8 the whole cube, A³ ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതായത് 6.022 into 10⁻23. ഈ മോളാർ മാസ് കാണണം. അതിനുവേണ്ടി നമുക്ക് ഈ ഇക്വേഷനിലെ പാരാമീറ്റേഴ്സിനെ റീഅറേഞ്ച് ചെയ്യാം. ക്യാപിറ്റൽ M is equal to 8.92 gram per cc into 3.608 into 10⁻⁻8 the whole cube into Avogadro number divided by 4. Is equal to 63.1 gram per mole. 63.1 gram per mole. അല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 63.1 U. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെൻസിറ്റിയുടെ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എല്ലാ പാരാമീറ്റേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് കറക്റ്റ് ആയിരിക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരേ യൂണിറ്റ് സിസ്റ്റത്തിലായിരിക്കണം എല്ലാ പാരാമീറ്റേഴ്സും ഉള്ളതെന്ന് ഉറപ്പുവരുത്തണം. ഇനി സെക്കൻഡ് പ്രോബ്ലം, സിൽവർ ഫോം CCP ലാറ്റിസ്. The edge length of the unit cell is 408.6 picometer. Calculate the density of silver. Atomic mass of silver is equal to 107.9 unified mass. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്.
സിൽവർ ഫോംസ് CCP ലാറ്റിസ്. അതാണ് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ. CCP ലാറ്റിസിൽ യൂണിറ്റ് സെല്ല് FCC ആണ്, അതായത് Z is equal to 4. ഇനി രണ്ടാമത്തെ ഇൻഫർമേഷൻ, ദി എഡ്ജ് ലെങ്ത് ഓഫ് ദി യൂണിറ്റ് സെൽ ഇസ് 408.6 picometer. A is equal to 408.6 picometer. അടുത്തത് ആറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി അറിയില്ല. ഡെൻസിറ്റി ക്വസ്റ്റ്യൻ മാർക്ക്. ആറ്റോമിക് മാസ് M is equal to 107.9 unified mass, which is numerically equal to gram. 107.9 gram. Avogadro number 6.022 into 10 raised to 23. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ D is equal to Z into M by A cube NA. ഇനി നമുക്ക് ചില കൺവേർഷൻസ് നടത്താനുണ്ട്, യൂണിറ്റ് കൺവേർഷൻസ്. ഇപ്പോൾ ഡെൻസിറ്റി നമ്മൾ ഒന്നെങ്കിൽ ഗ്രാം പെർ CCയിൽ അല്ലെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് എഡ്ജ് ലെങ്ത് തന്നിട്ടുള്ളത്, ഈ പൈക്കോമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. 1 picometer is 10 raised to minus 12 meter അല്ലെങ്കിൽ 10 raised to minus 10 centimeter. മോളാർ മാസ് ഗ്രാമിൽ ഓൾറെഡി ആയതുകൊണ്ട് നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ 1 picometer is equal to 10 raised to minus 10 centimeter. അപ്പോൾ 408.6 picometer will be equal to 408.6 into 10 raised to minus 10 centimeter. ഇനി നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ നമുക്കറിയാവുന്ന പാരാമീറ്റേഴ്സൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D is equal to 4, Z 4 തന്നെയാണ്, ഇൻറ്റു മോളാർ മാസ് 107.9 gram divided by edge length 408.6 into 10 raised to minus 10. കാരണം 1 picometer is equal to 10 raised to minus 10 ആണ്. അപ്പോൾ 408.6 into 10 raised to minus 10 the whole cube into Avogadro number 6.022 into 10 raised to 23. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു 10.5 gram per cc അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ ഡെൻസിറ്റി ഓഫ് സിൽവർ ഇസ് ഈക്വൽ ടു 10.5 gram per centimeter cube. അപ്പോൾ ഈ ഡെൻസിറ്റി പ്രോബ്ലം പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ എക്ക് പകരം R എന്നുള്ള ഫാക്ടർ തരും. അപ്പോൾ ആറും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉപയോഗിച്ച് നമ്മൾ എ കണ്ടുപിടിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഏത് പാരാമീറ്റർ വേണമെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ബാക്കി 4 പാരാമീറ്റേഴ്സും അറിയാമെങ്കിൽ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നന്ദി, വീണ്ടും കാണാം.